ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ മൂന്നാറിലാണ് കേട്ടുള്ളത്. അപ്പോൾ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ 2 ഫ്രണ്ട്സും കൂടി ഉണ്ട്. റബീഹും ആളെ വൈഫ് ഹസ്നയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് മോർണിംഗിലാണ് മൂന്നാറിലെത്തി. അപ്പോൾ നമ്മളെ പ്ലാന് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വട്ടവട പോയി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിച്ചു. ഇനി നാളെ നമ്മൾ പോകുന്നത് വാഗമണ്ണ്, നെക്സ്റ്റ് ഡേ വരുന്നത് കൊടൈക്കനാലാണ്. നമ്മളൊരു 3 day ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണത്? ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റ് ഉണ്ടാവും, നല്ല ഫോഗ് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ടോപ്പ് സ്റ്റേഷൻ എത്തി ഗൈസ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ നല്ല ഫോഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പെർ ഹെഡ് 20 rupees ആണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. ഞങ്ങൾ നല്ല കറക്റ്റ് ടൈമിലാണ് എത്തിയത്. കോടെങ്ങനെ എന്താ പറയുക, കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും കാണുമ്പോഴാണ് കേട്ടോ ഗൈസ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവണത്. മറ്റേ നമ്മൾ ഒരു കുറച്ച് നേരം നിന്നപ്പോഴേക്കും പിന്നെ ആകെ ഫോഗായി. അത് രണ്ടും കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു എന്താ പറയുക ശരിക്കൊരു ഭംഗി മനസ്സിലാവണേ. ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ കോടെങ്ങനെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുൾ ഫോഗായിട്ട് നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ വരുന്ന വഴിക്കുള്ള ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഷോപ്പുകൾ നിറയെ ഉണ്ടായിരുന്നു. വീടൊക്കെ ഡെക്കോർ ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അപ്പം ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്വീറ്റ് കോൺ കണ്ടപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പായിരുന്നു. അപ്പം ഞങ്ങൾ ആ ചാൻസിൽ കൈയൊക്കെ ഒന്ന് ചൂടാക്കി നോക്കി. ഈ ചേട്ടൻ നമുക്കിത് മസാലയൊക്കെ തേച്ച് തരുന്ന കേട്ടോ. ആദ്യം ഒന്ന് ലെമണൊക്കെ ആക്കി, പിന്നെ എന്തോ ഒരു മസാല അവർ മിക്സ് ചെയ്ത് വെച്ചൊരു മസാലയാണ് അത് അതിൻ്റെ മുകളിലൊക്കെ തേച്ചിട്ടാണ് തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിൻ്റെ ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ നല്ല കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ട്. ബ്ലോസം ഹിൽസ് റിസോർട്ട്, മൂന്നാറിലുള്ള റിസോർട്ടിലായിരുന്നു ഞങ്ങളെ സ്റ്റേ. നല്ലൊരു അടിപൊളി വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവർ നമ്മളെന്നെ റൂമിലേക്ക് ഇങ്ങനെ ജീപ്പിലാണ് കൊണ്ടാക്കുന്നത്. അതിങ്ങനെ ഒരു കുത്തനെയുള്ളൊരു സ്ഥലമാണ്. അതിലിങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് അവർ റൂമുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതന്നെ ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരു ട്രെക്കിങ്ങിൻ്റെ ഒക്കെ ഒരു ഫീലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതാ റൂമിലെത്തി. റബി റൂം ടൂർ ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ലൊരു അടിപൊളി ഒരു റൂമായിരുന്നു കേട്ടോ. ഒരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ബാൽക്കണിയിൽ നിന്ന് രാവിലെ നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കോടയൊക്കെ വരുന്ന ഒരു വ്യൂ ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ നല്ലൊരു ഉറക്കമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിതാ നേരെ പൂളിലേക്ക് പോവുകയാണ്. നമ്മളെ റൂമും പൂളും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഒരു ഗാർഡൻ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലൊക്കെ ഇങ്ങനെ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഊഞ്ഞാലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തു. നേരെ പൂളിലെത്തിയിട്ടോ. പൂളും നമ്മൾ റൂമും തമ്മിലുണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ആ വരുന്ന വഴിയൊക്കെ നമുക്ക് നല്ല രസമാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം പൂളിലൊരു തകർക്കലായിരുന്നു കേട്ടോ ഗെയ്സ്. ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ചു. അങ്ങനെ കുറേ ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഗൈസ്, ഞങ്ങൾ പൂളിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമാറ്റ്. പിന്നെ ഇപ്പം ഇങ്ങനെ മഴയൊക്കെ ചാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ റൂമിൽ കെറ്റിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ചൂട് ചായയൊക്കെ കുടിക്കാം. മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്. ഓൾറെഡി തണുപ്പാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചാറ്റൽ മഴയും കൂടി വന്നപ്പോൾ നല്ല പൊളി വൈബായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അപ്പുറത്തെ റൂമിൽ പോവാം. എന്താ തുറക്കത്തി? വാ വെൽക്കം ടു അവർ വണ്ടർഫുൾ റൂംസ് ആൻഡ് ഫുൾ സെറ്റ്. എന്താ രണ്ടാളും കൂടെ ഇങ്ങോട്ട് ചായ ഓൺ ആണ്. നമ്മൾ ചായയും ബൂസ്റ്റും പൊടിയൊക്കെ ഉണ്ട് ഇവിടെ. എന്താ പറയാ, നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പാണ്, അടിപൊളി. നല്ല അടിപൊളി ക്ലൈമറ്റും നല്ല ചാറ്റൽ മഴയും.
അഭിഷേക നമുക്ക് ചായ റെഡിയാക്കാം. നല്ല തണുപ്പാണ്, അപ്പൊ ഒരു കട്ടൻ അടിച്ച അടിപൊളിയായിരിക്കും. നമുക്ക് നല്ല ബേക്കറി ഒക്കെ ഉണ്ട്, എന്താണ് അച്ചപ്പം സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചായയിലോട്ട് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കി തരാറിട്ട് റബിത അടുക്കള കയ്യേറിയിട്ട് പൊളിക്കും. അതെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടിപൊളിയാവില്ലേ? ഒക്കെ സെറ്റ് ആക്കി തരാം. ഇനി എന്താ ഇത് ഏതാ പറഞ്ഞാട്ട് പറഞ്ഞാട്ട് ചായ ഉണ്ടാക്കാറ്. അതാ നമ്മള് ചായ റെഡി ആയിരിക്കുന്നു. അതെ, തോറ്റ് പിന്മാറിയിരിക്കുന്നു. ഞാൻ ചായ ചൂടുക നമ്മളെ കൊണ്ടൊന്നും ആവൂല. ഞാനിന്ന് വിട്ട് ഒഴിവാക്കി. അപ്പൊ സ്നാക്സിലോട്ട് കിടക്കാം. അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ പോവാണ്. അങ്ങനെയുണ്ട് ചായ, നല്ല അടിപൊളി മധുരമില്ലാത്ത ചായ. മധുരം ഇട്ടിട്ടില്ല, പക്ഷെ എൻ്റെ മധുരം ഉണ്ട്. ഞാൻ 2 പിന്നെ ചായയിൽ മധുരമല്ല, ഇവിടുത്തെ ഈ ഒരു ഇതാണ് ഒരു ആ ആംബിയൻസും അവിടെ കിട്ടണ ആ ഒരു നമുക്ക് ശരിക്കും ഇത് രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്താണ് ഫുഡൊക്കെ കഴിച്ചത്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ വന്നിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ട്രിപ്പ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഇനി നാളെ എന്തൊക്കെയാണ് പ്ലാന്? നാളത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ നാളെ ഉച്ചയോടെ മുന്നായിട്ട് ചെക്കൗട്ട് ആക്കണം. അവിടെ റിസോർട്ടിൻ്റെ ഒരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ആവുന്നു. ദെൻ നമ്മൾ ഇവിടെ സൈഡ് സീൻസ് ഏതെങ്കിലും കണ്ടതിന് ശേഷം ഗ്യാപ്പ് റൂട്ട് വഴി കമ്പം, തേനി, മുന്തിരിത്തോട്ടം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ കൊടൈക്കനാൽ മാണേന്തൊരുള്ള കാടേ ഗുണ കേവിൽ കാണാം.